എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിശേഷം നമ്മള് അമ്മയ്ക്ക് കുറച്ച് പർച്ചേസിന് പോയതും വീഡിയോ എടുത്ത് കഴിഞ്ഞാട്ടെ നമ്മള് വിശേഷം കഴിഞ്ഞിട്ട് പോയി. പിന്നെ നമ്മള് കുറെ വിറകുണ്ടായിരുന്നു, അതൊക്കെ ഒരാളെ വിളിച്ചു പിന്നെ ഇഷ്ടമാളുകൊണ്ട് ഭാഗാക്കി നാളെ ഇങ്ങോട്ട് കൊണ്ടുവരണം. നാളെ കൊണ്ടുവരണം. അപ്പൊ നമ്മളെ ഈ പാർട്ടിന്റെ തിരക്കിലാണ്. ഹൗസ് വാമിംഗ് എന്ന് എല്ലാരും പറയുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ പറയണ അതിന്റെ പാർട്ടിന്റെ തിരക്കിലാണ് നമ്മള്. അതിന് കുറച്ച് വിശേഷമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വിശേഷം. നാളെ വിശേഷം സർപ്രൈസ് നമ്മള് വരുന്നുണ്ട് നാളെ വീഡിയോ. അപ്പൊ വിശേഷങ്ങളൊക്കെ നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം, വിശേഷങ്ങള് കൊണ്ടുവരാം. നമ്മളെ കുടിരിക്കലുള്ള വിറകട്ടോ കൊണ്ടോടെ. ഇത്ര ദിവസമായിട്ട് നമ്മള് വിറകൊന്നും കൊണ്ടുപോയിട്ടില്ല. അതിപ്പോ നമ്മളെ കുടിരിക്കലിനാവും ചിലപ്പോ ഏകിട്ടുണ്ടാവുക. ഒക്കെ നമ്മൾ ഇതിലന്ന് പാമ്പ് കയറിയ ശേഷം നമ്മൾ തീർത്തിട്ടില്ല. ആകെ ചെതലടിച്ചിട്ടുണ്ട്, ചെതലടിച്ച് മണ്ണായിട്ടുണ്ട്. അവിടുത്തെ കൈക്കോലും പട്ടികയൊക്കെ പോയി. ഇത്ര വിറക് മതിയാവൂല്ലേ ശരിക്കും? ഇത് മതിയാന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് വിറക് വേണ്ട ആവശ്യമില്ല, നമ്മള് പഴയ വിറകനുള്ളതുകൊണ്ട്. പിന്നെ ആസറാക്കാരെ വീട്ടിലാട്ടോ നമ്മളുള്ളത്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത നമ്മളെ വീട്. നമ്മൾ ഈ കഴുക്കോലൊക്കെ ചെതലടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഈ വീടിന് വെക്കണം കരുതി കൊടുന്നപ്പോ ചെതിലടിച്ചു. ഈ വീടിന് വെക്കണം കരുതി കൊടുന്നപ്പോ ചെതിലടിച്ചു. ഇത് പറ്റൂല. അപ്പൊ ഇതിലെ പാമ്പ് കയറിയ ശേഷമാണ് നമുക്ക് ഇതിലെ പേടിയായി. പിന്നെ അവിടെ നിന്ന് മറിക്കുന്ന അടുത്തടാ. ഇത് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് വണ്ടിക്ക് കയറ്റിട്ട് പോവാം. നല്ല ആൾക്കൊക്കെ ഉണ്ട് ഇതില്. കുറെ ഉണ്ടല്ലോ നല്ലേ. നമ്മളൊരു 10 മാസത്തിൽ നിന്നല്ലേ? 10 മാസം നിന്നില്ല ഇതില്. 10 മാസം നമ്മളെ വീടിന്റെ അയലോകത്തെ കൂടെ ഒക്കെ നമ്മള് പറഞ്ഞിട്ടോ. കംപ്ലീറ്റ് ആയി. കുറച്ചും കൂടി വീടുള്ള പറയാന് നമ്മളെ ഈ വീട്ടിൽ കൂടെ ഒക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ ഇനി എത്ര പറയണ്ട നമുക്ക്? പാലക്കോട് സ്കൂളിൽ പോകണം, നമ്മള് മാഷന്മാരോട് പറയണം, ചുറ്റുവട്ടത്തിൽ ഒന്ന് പോകണം. പിന്നെ അയലോകത്തോട് കുറച്ച് പറയാം. ടൗണിൽ പോവാണ്ട്. അമ്മക്ക് ചെറിയൊരു നമുക്ക് കാണിച്ചു തരാം കേട്ടോ. കാണിച്ചു തരാം. നാളെ നമ്മളെ അമ്മക്കുട്ടീന്റെ പിറന്നാളാണ്. അപ്പൊ ഒന്ന് അങ്ങാടിയിൽ പോവാനുണ്ട്. സിജിന്റെ അമ്മയ്ക്ക് സാരി കൊടുക്കുന്ന വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല അല്ലേ? ആ വീഡിയോയിൽ നമ്മൾ കണ്ടത് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഈ വണ്ടി വരും. വാള് നമ്മളെ ഫ്രണ്ട് അതേപോലെ വാള് കൊണ്ട് മുറിച്ച് തരാറിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ റിയാസിന്റെ വണ്ടിയിൽ നമുക്ക് കൊണ്ടുവരാം. അങ്ങനെ കാല് ചവിട്ടെടുത്ത് ചെരുപ്പിട്. അല്ല എന്തെങ്കിലും ഉണ്ട്, പാമ്പുകൾ ഉണ്ടെങ്കിൽ അറിയില്ല. അങ്ങനത്തെ സ്ഥലമാണ്. കാരണം റബ്ബറും തോട്ടായോണ്ടേ. നമ്മളെ ചെടി ഉണങ്ങിയടി നമ്മളത് ഇവിടുന്ന് കൊടുന്നാണ്, കൊണ്ടോട്ടിന്ന് കൊടുന്നാണ്. നമ്മള് കുറെ കാണിച്ചിട്ടുണ്ട് നമ്മളെ വീഡിയോയിൽ അല്ലേ? ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് തലയിൽ ചൂടണം, അല്ലെങ്കിൽ ഇത് എത്തൂലല്ലേ? നമുക്ക് ഇനി ഫുള്ള് പണിയാട്ടെ. നമുക്ക് ഇനി ഉള്ളത് വീട് ഫുള്ള് ക്ലീൻ ആക്കാണ്ട് ഒക്കെ ഇന്ന് ചെയ്യണ്ടേ? ഇത് കൊണ്ടുവരല് വീടൊക്കെ ആകെ അലങ്കോലായി കിടക്കുന്നുണ്ട്. സൈഡിൽ കൂടെ ഒക്കെ മഴ ചെയ്തിട്ട് ഫുള്ള് ചളി തെറിച്ചിട്ടുണ്ട്. ഒക്കെ കഴുകി കളയണം. മതില ഇനി വണ്ടിക്ക് ഇങ്ങനെ കയറ്റിടാ പോരും. ഇനി ഇവിടേക്ക് വണ്ടി ബാക്ക് നിർത്തിയിട്ടേ അത് കയറ്റിടാ. പോവാ, നമുക്ക് കുറച്ച് പറയാണ്ടായി കൂടെ ഒക്കെ പറഞ്ഞു വരാം. മതി. ഭയങ്കര പൊടിയാണ്. പൊടിയായ പിന്നെ നമ്മളെ കുടിരിക്കലിനെ നമ്മൾ കുടുങ്ങും. തുമ്പലും ഒക്കെ പാടായിട്ട്. നാസറാക്കാരെ വീട്ടിൽ ഞങ്ങൾ 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം 4ാമത്തെ പ്രാവശ്യം. നമ്മളെ ഒലക്കല്ലേ ഇവിടെ? ഒലക്ക നമ്മള് നെല്ലത്തിന് നാട്ടുമ്പോ ഇവിടെ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. ഇവിടെ പണ്ട് അവലിടിക്കണ മെഷീൻ്റെ ഇവിടെ അവലിടിച്ചു പോയി. അല്ലെങ്കിൽ നമുക്ക് കാണിച്ചിരുന്നു. കുറെ സംഭവങ്ങളുണ്ടല്ലേ? ഒക്കെ പോയി. നമ്മളെ കുഞ്ഞാപ്പാക്കാന്റെ വീട് ഹോസ്പിറ്റലിൽ പോയതാണ്. നാസറാക്കാന്റെ വീടാട്ടത്.
പാലൂറ്റാൻ പോയി. അപ്പം ഞാൻ വെട്ടണത് മരം നാസറാക്കാൻ ഏൽപ്പിച്ചാണ്. അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് എപ്പോൾ സീസണിൽ നമ്മൾ ഇറങ്ങും. ഇനി ഞാനിവിടെ പറയാനുള്ളത് അറിയാൻ വന്നാണ് കേട്ടോ. ഇപ്പോൾ അടക്കിയ ഭയം പറിക്കണം. നമ്മളെ കഞ്ഞള താത്താൻ്റെ വീട് അല്ലേ. ഇവിടെ വന്ന കറിവേപ്പില, ചാമ്പയ്ക്ക, അടയ്ക്കാപ്പഴം, ചാണകം, നല്ല രസമുള്ള കുളം ഉണ്ട് അവിടെ. പാടത്തെ നമുക്ക് കാണിക്കുക ഒരു ദിവസം അല്ലേ. എൻ്റെ തലയിൽ കൂടെ ചാടരുത്. രണ്ടെണ്ണം പറിച്ചോ. രണ്ടെണ്ണം പറിച്ചോ. എൻ്റെ തലയിൽ കൂടെ അയക്കണ ചാടി. അതൊക്കെ കഴിക്കാൻ മതി. കിട്ടൂല. അപ്പൊ ഓരോ വീടടുത്ത് പഴയ വീട് അല്ലേ. രസം കാണാൻ. മതി പോരെ. നമ്മളെ പറച്ചിലവിടെ നിൽക്കും. നമ്മളെ പറയലവിടെ നിൽക്കും. വേഗം പോരെ. ചാടി അയക്കിയാ മതി. നമ്മളെ പറച്ചിലവിടെ നിൽക്കും. മറ്റെടുത്തോ അത് എന്താ ഇപ്പൊ നമ്മള് ചാണകം എന്താ കഴിക്കാ പോരെ. കിട്ടിയാ? അത് കഴിക്കാൻ മതി. അത് കഴിക്കാൻ മതി. പൈപ്പൊന്ന് കഴിക്കും. ഇപ്പൊ പോലെ എന്നാല് വാ. ഞങ്ങള് വാടക വീട്ടിൽ പോയിട്ട് വിറകൊക്കെ ശരിയാക്കിട്ടോ. ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. അതിങ്ങനെ വാള് വെച്ചിട്ട് മുറിച്ച് പാകാക്കി. മെഷീൻ വെച്ചിട്ട് മുറിച്ചാക്കി പാകാക്കിണ്ട്. ഇനി കത്തിക്കാനുള്ള പാകായി. ഇനി ഇവിടെ കൊണ്ടുവന്നിട്ട് പാകാക്കി ഇങ്ങനെ വെക്കണം. അപ്പൊ സമയം 2 മണിയിട്ടുള്ളൂ. നമുക്ക് അമ്മയ്ക്ക് നാളെ ഉള്ള പർച്ചേസിന് പോവാണ്. അമ്മേൻ്റെ നാളെ അമ്മേൻ്റെ ബർത്ത്ഡേ ആണ്. അതിന് പർച്ചേസ് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവാണ് അല്ലേ. അമ്മയ്ക്ക് ഗൾഫിൽ നിന്ന് ഒരാള് സമ്മാനം ഉണ്ട്. അപ്പൊ അത് വാങ്ങാൻ പോവാണ്. പിന്നെ ഒരു ചെറിയ ഗോൾഡിന്റെ കാര്യങ്ങളുണ്ട്. പറഞ്ഞു തരല്ലേ. ശരിയാക്കാനുണ്ട്. കാണിച്ചു കൊടുത്ത. അപ്പൊ അമ്മേന്റെ ചങ്കീര് ഇത് കമ്മല് കൊറേയായി കിടന്ന് കിടക്കണം. അപ്പൊ നന്നാക്കാൻ ഇങ്ങനെ. അപ്പൊ ഇതൊന്ന് മാറ്റിയെടുക്കണം. നമ്മളെ ജ്വല്ലറി പോയിട്ട് അതൊക്കെ പഴയുണ്ട്. അപ്പൊ നാളെ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയല്ലേ. പെരുന്നാളിന്റെ സർപ്രൈസ് ആയിക്കോട്ടെ. ഇത് പറ്റി വേറെ സാധനമാക്കാൻ പോവാണ്. അതിനൊക്കെ പാടെ കൂടിയിട്ട് വണ്ടൂര് പോകണം. പിന്നെ നമ്മള് പറച്ചിലൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു വന്നിട്ടുള്ളൂ. എല്ലാം ഇത് ഒരുങ്ങി. നമ്മളെ അമ്മയ്ക്ക് സമ്മാനം തന്നത് ഇത് ഈ ഫാനൊക്കെ തന്നല്ലേ. കണ്ണൂരിൽ നിന്നാണ്. നമ്മൾ നാളത്തെ വീഡിയോയിൽ നമ്മൾ ശരിക്കും പറയുന്നുണ്ട് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ. സാധനങ്ങൾ വേണം. അപ്പോൾ നാളെ ചെറിയൊരു ബർത്ത്ഡേ ആയിട്ട് നമ്മൾ കഴിക്കണ്ടല്ലേ അമ്മ. ചെറുതായിട്ട് ബ്ലൗസ് അടിക്കാം. ഞാൻ വൈകുന്നേരം ഒന്നാമത്തെ സമ്മാനമല്ലേ. അത് പോണോ കിட்ட കൈമന്ന് കാണാല്ലേ. സ്വർണ്ണം കൈമല്. അപ്പൊ നമ്മളെ കൂട്ടുകാരുടെ അടുത്ത് ഡ്രസ്സ് അടിക്കാൻ പോകണം. കുറെ പണികൾ. ചേച്ചിമാരൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ എല്ലാരും വരാറുണ്ട്. അപ്പൊ കുട്ടിക്കലും പിറന്നാളും എല്ലാം കൂടി ഒരുമിച്ച്. അപ്പൊ അമ്മയുടെ വലിയ പരിപാടി ഒന്നും വേണ്ട. ചെറുതായിട്ട് അല്ലേ. അതൊക്കെ നാളത്തെ വിശേഷത്തിൽ നമ്മൾ കാണിക്കാം. അപ്പൊ ഞങ്ങള് പോട്ടെ. എടുത്ത സാധനങ്ങൾ കിട്ടാൻ മറക്കണ്ട. അത് ആ സ്വർണത്തിന്റെ ബാഗിലിട്ടളാ. ആ ബാഗിലിട്ടളാ. കുറെ സാധനങ്ങൾ അങ്ങാടി നിന്ന് വാങ്ങാണ്ട്. അതല്ലേ അതായത് കൂട്ടി ചെയ്യാ. അതില് ചെറിയ പൊട്ടുണ്ട് വേറെ. അതൊന്നും മാറ്റിട്ടാണെന്നോട്ടെ. വലിപ്പല്ല അവിടെ അല്ല. അതന്നെ ഉള്ളു. ഇനി തൂക്കം കൂടാം. അപ്പൊ നമുക്ക് കഴിയില്ല. ഇനി കഴിയില്ല. ഞാൻ മേടിച്ചു തന്നെ അടക്കട്ടെ കേട്ടോ. പൈമടിക്ക് ഇപ്പൊ ഇനി മാറ്റേണ്ടത് കേട്ടോ. അപ്പൊ മേടിച്ച പണിക്കൂലിയും പോകും വെറുതെ.
ഞങ്ങൾക്ക് പിന്നെ നമുക്ക് ശരിയാക്കാം കേട്ടോ. വരെ അത് പൊട്ടൊന്നുമില്ല. ഞങ്ങൾ പോയിട്ടെന്നാല് ഇതർപ്പിച്ചേ ഇതർപ്പിച്ചു. ഞാൻ ഇപ്പോൾ തന്നെ മാറ്റണ്ടേ? നിങ്ങളെ കൂടെ എവിടെ? എൻ്റെ കൂടെ വാണിയമ്പലം. ആ വാണിയമ്പലം. ആ എടുത്തോ. അത് ബില്ലേ ചേച്ചിയുടെ അങ്ങോട്ടേക്ക് എന്നോടേം പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തിനും പറയും ഞാൻ. ശരി കേട്ടോ. ആയിക്കോട്ടെ വാട്ട എന്തായാലും. പോയി 1-2 മണിക്കൂർ 2 മണിക്കൂറല്ലേ. അപ്പൊ നമ്മള് സ്വർണം മേടിച്ച നാളെ നമുക്ക് രാവിലെ നമ്മളെ നാളെ ബർത്ത്ഡേ ആയിട്ട് കാണാം അല്ലെ? നാളെ നമ്മള് നാളെ കാണിക്കാം. ഇതിലുണ്ട് കേട്ടോ സ്വർണം. ഇതിലുണ്ടാവും പൈസ. അതാണ് പേഴ്സ്. ബാലുള്ള പൈസ ഇട്ടുണ്ട്. ഇതിലുണ്ട് അമ്മേൻ്റെ സ്വർണ്ണം ഉണ്ട്. ഞാൻ അപ്പോൾ കുട്ടൻ നമ്മളൊരു സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതിൽ അമ്മേൻ്റെ സ്വർണ്ണം ഉണ്ട്. നമുക്ക് നാളെ കാണിക്കാം. നാളെ ഇടുമ്പോൾ കാണിക്കാം. ഇതിൽ അപ്പൂസിന് നമ്മളൊരു സാധനം വാങ്ങിയിട്ട് അപ്പൂസിന്റെ ഇത് ഉണ്ടായിരുന്നു. അപ്പൊ ഒക്കെ പാടെ കൂട്ടിയുണ്ട്. പിന്നെ ഒരു വെള്ളിന്റെ വാങ്ങി. പൊട്ടിയില്ല ആ കഴിച്ചവനുണ്ട്. പൊട്ടിയതാണ്. പൊട്ടി നാളെ നമ്മള് അവിടുന്ന് ഹോട്ടലിൽ നിന്ന് എന്തോ ചെയ്തിട്ടോ പൊട്ടി. അപ്പൊ അതൊന്ന് മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. വരുമ്പോ കാണിച്ചു കൊടുക്കാം. അപ്പൊ എന്താണാവോ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കഴിച്ചിടാന്. ഇതുവരെ അത് എവിടേക്കാലും പോകുമ്പോ കെട്ട് എന്ന് പറഞ്ഞ് നമ്മൾ ബുദ്ധിമുട്ടിക്കണം. എന്നാലേ കണ്ടിട്ടാവും. ഇപ്പൊ എവിടേക്കാലും പോകണ പറഞ്ഞാൽ പറയും അമ്മ എന്റെ കഴിച്ചേനെ എവിടെയാ ചോദിക്കും. ഇങ്ങോട്ട് ചോദിക്കും. ഇപ്പൊ ഇഷ്ടമുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നാളെ അമ്മയ്ക്ക് ബർത്ത്ഡേക്ക് ഇടാന് ടിഷ്യൂന്റെ അല്ലേ? ടിഷ്യൂന്റെ വേഷ്ടിമുണ്ടോ അതായത് സെറ്റും ഉണ്ടോ നമുക്ക് സമ്മാനമായി കൊടുത്തിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നാണ് ആള്. പേര് വെളിപ്പെടുത്തണ ഇഷ്ടമുണ്ടോന്ന് അറിയില്ല. നേരത്തെ പറഞ്ഞ ഫാനൊക്കെ തന്നു അല്ലേ? അടുത്ത മാസം വരുമ്പോൾ വരാറുണ്ട്. അമ്മ നാളെ തൊടുത്താതിന്ന് പറഞ്ഞിട്ട് തന്നാണ്. അപ്പൊ ഞങ്ങളെല്ലാവരും പ്രാർത്ഥന ഉണ്ടാവും. എല്ലാവരും പ്രാർത്ഥിക്കില്ല കുടുംബത്തിന് വേണ്ടിയിട്ട്. ഇനി പേര് ചോദിച്ചിട്ട് ഫോട്ടോ ചോദിച്ചിട്ട് വേണമെങ്കിൽ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് നമ്മള് പറയാത്തത് അല്ലേ? നാളെ ചോദിച്ചിട്ട് പറയാല്ലേ? അവിടെ തുറന്നു നോക്കി. അപ്പൊ കൊറേ പുള്ളി മോഡലൊക്കെ ഉണ്ട് അമ്മയ്ക്ക്. മോഡൽ ഉണ്ട് കേട്ടോ. പക്ഷെ എന്താണെന്നറിയോ, അങ്ങനത്തെ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇന്നൊരു ദിവസം അടിച്ചിട്ട് നാളെ അത് ഇടണ്ടേ. ഇതാകുമ്പോ ഏത് ബ്ലൗസും ഇതിക്കിടാം. നാളെ കുളിച്ച് അമ്പലത്തേക്ക് പോകുമ്പോ ഇടാം. അപ്പോൾ അതാണ് ഇതിനൊക്കെ ഒരു വർക്കും ഇല്ലാത്തത് വാങ്ങിയത്. പിന്നെ ഇതിന് പ്രത്യേക ഭംഗിയാണ്. വെറും കസവാകുമ്പോ ഇതിടാൻ നല്ല ഭംഗിയല്ലേ. അമ്മ പോയപ്പോ ടിഷ്യൂന്റെ ഇതൊന്ന് നനച്ചിടാം. എന്നാ നാളെ അമ്പലത്തേക്ക് ഇട്ടിട്ട് പോവാം. നാളെ അമ്പലത്തേക്ക് പിറന്നാളായിട്ട് പിറന്നാള് പറയാനാവില്ല എത്തിട്ട്
അപ്പൊ നമ്മളെ ലക്ഷ്മിക്കുട്ടിയാണത്. അല്ല നമുക്ക് അറിയുന്നു. പിന്നെ നമ്മൾ കഴിക്കണ്ടെന്ന് കരുതുന്നത് ചെറുതായിട്ട് ചേച്ചിമാരൊക്കെ വരുമ്പോ കഴിക്കണ്ട. പിന്നെ അപ്പൂസിന് വന്നിട്ടും പർച്ചേസിങ് കഴിഞ്ഞില്ല. ഇനി ഇപ്പൊ എന്താ എടുക്കാനുള്ളത്? ഇനി ഒന്നും ഇല്ലല്ലേ? കഴിഞ്ഞ് ആ ഒരു പൊട്ടൊക്കെ പിന്നെ ചായക്കടി വാങ്ങിയോണ്ട് പോകുന്നതാണ്. പരിപ്പ് വട, അടിക്കറി ഒരുപാടാ. പിന്നെ മുന്നിലേക്ക് നമ്മള് തിന്നണില്ല. എല്ലാവർക്കും ഇപ്പൊ എപ്പോഴും കിട്ടിയെന്നല്ല പറ. ഉള്ളിവട പിന്നെ ഒരു സാധനം കൂടി ഉണ്ടല്ലോ. എടുത്തു എന്താ ഞാൻ എടുത്തച്ചാളെ എടുത്തു. എടുത്തച്ചോ? ഫ്രിഡ്ജ് കൊണ്ടുവച്ചോ? പൈനാപ്പിള്. ഒന്ന് ചെറിയ വിശേഷമാട്ടോ നമുക്ക് അല്ലേ? ഇനി ഇവിടുന്ന് കാരണം ഒരുപാട് രാവിലെ ഭയങ്കര പണി നമുക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷെ നമുക്ക് പോകാനൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് എടുക്കാൻ പറ്റിയില്ല. എപ്പോഴും ഇപ്പൊ ഓരോന്ന് നമുക്ക് മുന്നിൽ കൊടുത്ത് നമുക്ക് സമയം കിട്ടില്ല. അപ്പൊ ഇപ്പൊ നാളെ തൊട്ട് തിരക്കായില്ലേ? കൊറേ ഒരു വീടും കൂടി ഉള്ളൊക്കെ പറഞ്ഞു നമ്മുടെ തൊട്ടായാലൊക്കത്ത് പറയണം. അപ്പൊ ലാസ്റ്റ് പറയാം എല്ലാരും ഒപ്പം കിട്ടിട്ട് രാത്രി ഒന്ന് സംസാരിച്ചിട്ട് പറയാൻ വേണ്ടിട്ടാണ്. അപ്പൊ നാളെ നമുക്ക് നല്ല അടിപൊളി സർപ്രൈസ് വീഡിയോ ഇട്ട് വരാം അല്ലേ? ബസ് വന്നിട്ടില്ല. എല്ലാവർക്കും ബൈ.